അച്ഛൻ മിണ്ടാതെ ഇരുന്നത് കൊണ്ട് തന്നെയാണ് അച്ഛന്റെ ജീവിതം ഇങ്ങനെയായത് എന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ അജു മുറിയിലേക്ക് കയറിപ്പോയി. കുറച്ചു കഴിഞ്ഞ് അജു ഒരു ബാഗും എടുത്ത് പുറത്തേക്ക് വന്നു. അരവിന്ദ് ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി. നീ എങ്ങോട്ടാ ഈ ബാഗും ഒക്കെ എടുത്ത്? അവന്റെ അടുത്തേക്ക് പോയി അരവിന്ദ് ചോദിച്ചു. ഞാൻ ഇറങ്ങുവാ. ഇനി ഇവിടെ നിന്നാൽ ചിലപ്പോൾ ഞാനും നിങ്ങളെപ്പോലെ ആയിപ്പോവും. സ്നേഹത്തിന്റെ വിശ്വാസത്തിന്റെ വില അറിയില്ല നിങ്ങൾക്ക് എന്നും ഈ അച്ഛമ്മ. അങ്ങനെ പറയാൻ തന്നെ അറപ്പാ. ഇവരുടെ വാക്ക് കേട്ട് ജീവിതം നശിപ്പിച്ച പാവയാണ് അച്ഛൻ. ഇനി എൻ്റെ ജീവിതം കൂടെ അങ്ങനെ നശിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല. എൻ്റെ കഴിവനുസരിച്ച് ഒരു ജോലിയുണ്ട്. എനിക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ തൽക്കാലം അതിൽ നിന്നുള്ള വരുമാനം മതി. അവൻ പുറത്തേക്ക് പോകാൻ തുടങ്ങി. അജൂട്ടാ, അച്ചമ്മ പറഞ്ഞതൊക്കെ നല്ലതിന്, അവർ അവൻ്റെ അടുത്തേക്ക് വന്ന് കയ്യിൽ പിടിച്ചു പറഞ്ഞു. അജു അവരുടെ കൈ എടുത്തു മാറ്റി. നല്ലതിന്? നിങ്ങൾ പറഞ്ഞതൊക്കെ എല്ലാവരുടെയും നാശത്തിന് വേണ്ടിയാണ്, അല്ലാതെ നല്ലതിന് വേണ്ടി ആയിരുന്നില്ല. കുഞ്ഞിലേ മുതൽ ഞാൻ കാണുന്നതാണ്. ഞാൻ നിങ്ങളുടെ ഈ വൃത്തികെട്ട കുത്തിത്തിരിപ്പും കുന്നായ്മയും ഒക്കെ മടുത്തു. എൻ്റെ അമ്മയെ നിങ്ങൾ കൊന്നതാണോ എന്ന് പോലും സംശയമുണ്ട്. അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞതും അവരുടെ മുഖത്ത് പെട്ടെന്ന് ഒരു ഞെട്ടൽ അജു കണ്ടു. അജു! അരവിന്ദ് അലറി. വേണ്ട, അലറണ്ട, ഞാൻ ഇറങ്ങുക. ഈ ദുഷ്ടസ്ത്രീയുടെ സ്വഭാവം മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ എന്നെ തേടി വരും. അന്ന് ഞാൻ നിങ്ങളുടെ കൂടെ വരും. അതുവരെ എന്നെ കാണാനോ എന്നോട് സംസാരിക്കാനോ ശ്രമിക്കരുത്. അജുവിൻ്റെ അങ്ങനൊരു ഭാവം അവർ രണ്ടുപേരും ആദ്യമായി കാണുന്നതായിരുന്നു. പോകും മുന്നേ അച്ചമ്മയെ അവൻ ഒരിക്കൽ കൂടി സൂക്ഷിച്ചു നോക്കി. അവൻ ഇറങ്ങിപ്പോയപ്പോൾ അരവിന്ദ് മുറിയിലേക്ക് പോകാൻ തുടങ്ങിയതും അവർ അവൻ്റെ കയ്യിൽ പിടിച്ചു. അരവിന്ദ! എന്താ അമ്മേ? ഞാൻ പോയി കരഞ്ഞു കാൽ പിടിച്ചായാലും അവനെ കൊണ്ടുവരാം. എൻ്റെ മോൻ വിഷമിക്കരുത്, അവൻ്റെ കയ്യിൽ പിടിച്ചു പറഞ്ഞു. അമ്മ അവൻ്റെ പിന്നാലെ പോണ്ട. എന്തായാലും അവനൊരിക്കൽ അച്ഛൻ്റെ വിലയറിയും. അന്ന് തിരിച്ചു വരും. അരവിന്ദ് കൂടുതലൊന്നും മിണ്ടാതെ മുറിയിലേക്ക് പോയി. അച്ചമ്മ ചുണ്ടിലൊളിപ്പിച്ച് വല്ലാത്ത ഒരു ചിരിയോടെ പുറത്തേക്ക് ഇറങ്ങി. CM സീറ്റിലേക്ക് വന്നിരുന്നു. അപ്പോഴേക്കും ഇതുവരെ ലേഡി കില്ലർ കേസ് അന്വേഷിച്ച എല്ലാ ഉദ്യോഗസ്ഥരും യൂണിഫോമിൽ എത്തിയിരുന്നു. ത്രിലോക്, എന്നോട് സ്പെഷ്യൽ ഓർഡർ വാങ്ങാനിടയായ സാഹചര്യം മുതൽ ഇതുവരെയുള്ള കേസിൻ്റെ കാര്യങ്ങൾ വ്യക്തമായി പറയണം എന്നോട്. അത് കഴിഞ്ഞ് പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യണം. CM മുന്നിലിരിക്കുന്ന മൈക്കിലൂടെ പറഞ്ഞു. കോൺഫറൻസ് ഹാളിൽ വളരെ കുറച്ച് പോലീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ലല്ലു എണീറ്റ് പ്രൊജക്ടർ ഓണാക്കി. സാർ, ഇത് കുറച്ചധികം ദിവസം മുന്നേ നടന്ന കൊലപാതകമാണ് മയൂക്ക. ഈ കുട്ടിയെ കൊന്നത് ജിതനല്ല. ലല്ലു സ്ക്രീനിലേക്ക് ചൂണ്ടി പറഞ്ഞു. അപ്പോൾ പിന്നെ ആരാ ഈ കൊലപാതകം ചെയ്തത്? ആരാ? CM ചോദിച്ചു. സാർ, ഈ കേസ് ഓൾറെഡി നമ്മുടെ റാം സാർ ക്ലോസ് ചെയ്തു. അതുകൊണ്ട് തന്നെ അതിലേക്ക് ഞാൻ കൂടുതൽ പോയില്ല. ശേഷം നടന്ന 3 കേസുകൾ, അതാണ് ഞാൻ അന്വേഷിച്ചത്, ലല്ലു പറഞ്ഞു. റാം ഇരുന്ന് വിയർക്കാൻ തുടങ്ങി. സാർ, പിന്നെ നടന്ന കൊലകളിലൊക്കെ ഒരു കോമൺ എവിഡൻസ് എന്ന് പറയാനുള്ളത് കൊല നടന്ന രീതിയായിരുന്നു. അതിൽ നിന്ന് ആരാണ് കൊലയാളി എന്ന് കണ്ടുപിടിക്കാൻ പാകത്തിൽ ഒന്നുമില്ലായിരുന്നു. പക്ഷേ ഒറ്റ പ്രാവശ്യം മാത്രം ഫിംഗർ പ്രിൻ്റ് കിട്ടി. അത് ഞാൻ നോട്ട് ചെയ്തു. പക്ഷേ അത് പുറത്തു വിടരുത് എന്ന് ഞാൻ ഡോക്ടറിനോട് പറഞ്ഞു. ബാക്കി ഒന്നിലും അതില്ലായിരുന്നു. പക്ഷേ അവസാനം കൊല ചെയ്യപ്പെട്ട മീനാക്ഷി എന്ന് പറയുന്ന കുട്ടിയുടെ ശരീരത്തിൽ നിന്ന് ഇതേ ഫിംഗർ പ്രിൻ്റ് കിട്ടി. അത് കൊലയാളിയുടെ അശ്രദ്ധ തന്നെയായിരുന്നു. ലല്ലു ഒന്ന് നിർത്തി. അതിൽ നിന്നായിരുന്നു എൻ്റെ സംശയം തുടങ്ങിയത്. ശേഷം ഞാൻ ഈ ബോഡിയിലൊക്കെ കോമൺ ആയിട്ട് എന്തെങ്കിലും ലിങ്ക് ഉണ്ടോ എന്ന് ഒരുപാട് നോക്കി. കിട്ടിയില്ല. ഒടുവിൽ ഒരു സൂചന കിട്ടി. മറുക്. ശരീരത്തിലുള്ള മറുകാണ് കൊലയാളിയുടെ മോട്ടീവ്. മരിച്ച കുട്ടികളിലൊക്കെ ഈ മറുകുണ്ട്. ശരീരത്തിൽ എവിടെയാണോ മറുക് ആ ഭാഗത്ത് ആഴത്തിൽ മുറിവേൽപ്പിച്ചിരുന്നു. ഇയാൾ ഒരു ലഹരിക്ക് അടിമയാണ്. ഇത് ഉപയോഗിച്ച ശേഷമാണ് ഇയാൾ ഇവരെയൊക്കെ. അത് അയാളുടെ ഇന്നത്തെ ഈ വീഡിയോ കാണുമ്പോൾ സാറിന് മനസ്സിലാകും. ലല്ലു നിർത്തി. പിന്നെ കൊലയാളിയിലേക്ക് എന്നെ വേഗം അടുപ്പിച്ചത് ഈ ജിതൻ തന്നെ തന്ന CCTV വിഷ്വൽസ് ആണ് സാർ. ലല്ലു അത് സ്ക്രീനിൽ കാണിച്ചു. എല്ലാവരും പരസ്പരം നോക്കി. അത് കണ്ടു കഴിഞ്ഞു. ഇതെന്താടോ? CM ചോദിച്ചു. സാർ, ഇത് ഞാനും ശ്രാവണും മീനാക്ഷിയുടെ ബോഡി കിട്ടിയ സ്ഥലം പരിശോധിക്കാൻ പോയപ്പോഴുള്ള ദൃശ്യങ്ങളാണ്. അന്നാണ് എൻ്റെ കണ്ണിൽ ഈ CCTV പതിഞ്ഞത്. ഇതിൻ്റെ വിഷ്വൽസ് ചോദിച്ചു. ശ്രാവൺ അന്ന് അവിടെ പോയപ്പോൾ വീട് പൂട്ടിയിരുന്നു. അവിടെ ആളില്ലായിരുന്നു. എന്നാൽ എൻ്റെ സംശയം ജിതനിലേക്ക് തിരിഞ്ഞത് ശ്രാവൺ പോയി കഴിഞ്ഞായിരുന്നു. ഞാൻ വീണ്ടും ആ സ്പോട്ടിൽ പോയി. അപ്പോൾ ഞാൻ കണ്ടത് വീടിനുള്ളിൽ നിന്ന് ജനാലയുടെ കർട്ടനിലൂടെ നോക്കുന്ന ജിതനെയായിരുന്നു. ഈ കേസ് ആദ്യം അന്വേഷിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ഉറപ്പായിരുന്നു ഇതൊരു സാധാരണക്കാരൻ ചെയ്തതല്ല എന്ന്. ആ സംശയം കൂടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ സാറിനോട് സ്പെഷ്യൽ ഓർഡർ വാങ്ങിയത്. ലല്ലു ആ ഓർഡർ ഫയലിൽ നിന്നെടുത്ത് ടേബിളിൽ വെച്ചു. അതിനുശേഷമാണ് രാത്രി പോയി CCTV വിഷ്വൽസ് വാങ്ങിയത്. ഇത് മാത്രമാണ് റെക്കോർഡായത്. ബാക്കി മുഴുവൻ ആരോ ഹാക്ക് ചെയ്തുവെന്ന്. പിന്നെ ജിതൻ അറിയാതെ ഞാൻ എടുത്ത ഡയറി. പിന്നെ ദേ സ്പോട്ടിൽ നിന്ന് കിട്ടിയ ഈ ലോക്കറ്റിൻ്റെ ബാക്കി. ലല്ലു ഓരോന്ന് പറഞ്ഞ് തെളിവുകൾ നിരത്തി.
ഫിംഗർ പ്രിൻറ്റ്സ് മാച്ചായിരുന്നു. പിന്നെ ഡയറി വായിച്ചപ്പോൾ ഒരു കാര്യം ഉറപ്പായി. ഇയാൾ ഇങ്ങനെ ആകാൻ കാരണം ഈ ഇരിക്കുന്ന റാം സാറാണെന്ന് ലല്ലു റാമിനെ ചൂണ്ടി പറഞ്ഞു നിർത്തി. എന്തൊക്കെയാടോ വിളിച്ചു പറയുന്നത്? ഒരുത്തനെ ദത്തെടുത്ത് ജീവിതം കൊടുത്തപ്പോൾ ഞാനായോ കുറ്റക്കാരൻ? അവനെ പഠിപ്പിച്ച് ഒരു ജോലിയും എൻ്റെ സ്വാധീനം ഉപയോഗിച്ച് വാങ്ങിക്കൊടുത്തു. അല്ലാതെ ഞാൻ എന്താടോ ചെയ്തത്? റാം ലല്ലുവിന് നേരെ തിരിഞ്ഞു. സ്വന്തം ചോരയിൽ പിറന്ന മകനെ ഇന്നും വളർത്തുമകനാക്കി ചിത്രീകരിക്കുന്ന സാറിൻ്റെ ഈ വേർതിരിവെന്തിനാ? ലല്ലുവിൻ്റെ ചോദ്യം കേട്ടതും റാം ദേഷ്യത്തിൽ എണീറ്റു. എന്താടോ വിളിച്ചു പറയുന്നത്? തനിക്ക് വായിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറയാൻ ഇത് ചന്തയല്ല. റാം ലല്ലുവിനോട് ചൂടായി. റാം അവിടെ ഇരിക്കുക. ത്രിലോക് സംസാരിക്കുന്നത് കേസിന്റെ ഡീറ്റെയിൽസ് ആണ്. CM കുറച്ച് ഗൗരവത്തിൽ പറഞ്ഞു. അതോടെ റാം അടങ്ങിയിരുന്നു. അയാളുടെ ഡയറി വായിച്ച വിവരങ്ങളുടെ പിന്നാലെ ഞാൻ വെറുതെ ഒന്നുപോയി സാർ. അവിടെ നിന്നാണ് ബാക്കി ഡീറ്റെയിൽസ് കിട്ടിയത്. തേവല്ലൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ റാം സുന്ദർ SI ആയി ജോലി ചെയ്ത സമയം ആ നാട്ടിലെ തന്നെ സുന്ദരിയായ ഒരു പെൺകുട്ടി, പേര് മണിവീണ. അവളിൽ എല്ലാവരെയും ആകർഷിച്ചത് അവളുടെ ഒരു മറുകായിരുന്നു. ഈ ഇരിക്കുന്ന സാറും ആ മറുക് കണ്ട് കൂടുതൽ അവരിലേക്ക് അടുത്തു. ഒടുവിൽ വിവാഹം കഴിച്ചു ഒരു കുഞ്ഞു ജനിച്ചു, ജിതൻ. കുഞ്ഞ് ജനിച്ചതോടെ അമ്മയുടെ സൗന്ദര്യം കുറഞ്ഞു. അതോടെ സാറിന് അവരോട് വെറുപ്പായി. ആ വെറുപ്പ് അവസാനിച്ചത് മകന്റെ മുന്നിൽ വച്ച് ഒരു കൊലപാതകത്തിലായിരുന്നു. ഇയാൾ അവരുടെ ഭംഗിയേറിയ ആ മറുകിനെ ആഴത്തിൽ മുറിവേൽപ്പിച്ച് അവരുടെ ജീവനെടുത്തു. എന്നിട്ട് ആ കേസ് ചുമ്മാ പോയ ഏതോ ഒരു കള്ളന്റെ തലയിൽ കെട്ടിവെച്ചു. കവർച്ചക്കിടയിൽ നടന്ന കൊലപാതകം. ഒരു പോലീസല്ലേ പറയുന്നത്? ആ പാവങ്ങൾ വിശ്വസിച്ചു. എന്നിട്ട് ആ നാട്ടിൽ ഇനി നിന്ന സ്വന്തം ജീവനും കുഞ്ഞിനും ആപത്താണെന്ന് പറഞ്ഞു അവിടെ നിന്നും ഇയാൾ മാറി. പിന്നെ നാട്ടിലെത്തി വേറെ വിവാഹം കഴിച്ചു, കുടുംബം, കുട്ടി. അതിനിടയിൽ ജിതനെ ഇയാൾക്ക് വഴിയിൽ നിന്ന് കിട്ടി എന്നൊരു കള്ളക്കഥ പറഞ്ഞു എല്ലാവരെയും വിശ്വസിപ്പിച്ചു. ആ നാട്ടിലേക്ക് ഒരു 21കാരൻ സ്വന്തം അമ്മയുടെ അസ്ഥി തേടിപ്പോയി. അവിടെ അവന്റെ അമ്മയുടെ ബന്ധുക്കൾ എന്ന് പറയാൻ ആരുമില്ല. ഏതോ ഒരു ഉരുൾപൊട്ടലിൽ അവരൊക്കെ പോയി. അതോടെ അവൻ ഇയാളുടെ അടിമയായിട്ട് ജീവിച്ചു തീർക്കാൻ തീരുമാനിച്ചു. ഒടുവിൽ മെഡിസിൻ ചേർന്നു. കുറച്ചുനാൾ കഴിഞ്ഞു ആ പഠിത്തം തന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് നാട്ടിൽ വന്നു. അപ്പന്റെ സ്വാധീനം ഉപയോഗിച്ച് ഒരു കോളേജിൽ ജോലിക്ക് കയറുന്നു. അങ്ങനെ ജീവിതം മുന്നോട്ടു പോകുമ്പോഴായിരുന്നു ഒരിക്കൽ ജിതന്റെ അമ്മയുടെ രൂപസാദൃശ്യമുള്ള ഒരു പെൺകുട്ടിയെ ജിതൻ കാണുന്നതും ഇഷ്ടപ്പെടുന്നതും. പക്ഷേ അവൾക്ക് മറ്റൊരാളെ ഇഷ്ടമായിരുന്നു. അത് ജിതനെ വല്ലാതെ വേദനിപ്പിച്ചു. തനിക്ക് കിട്ടാത്തത് മറ്റാർക്കും കിട്ടരുത് എന്നൊരു ചിന്ത ആകും ആ കുട്ടിയെ കോളേജിൽ നിന്ന് പോകുന്ന വഴിയിൽ നിന്ന് ജിതൻ തട്ടിക്കൊണ്ടു പോകുന്നു. അന്നാണ് ആദ്യമായി ജിതന്റെ മാനസിക നിലയിൽ ഇയാൾക്ക് സംശയം തോന്നുന്നത്. അന്ന് അത് കേസാക്കാതെ ഇയാൾ ഒതുക്കി തീർത്തു. പിന്നെയും ജിതൻ ഇത് ആവർത്തിച്ചു. അങ്ങനെ ഇയാൾ ബലമായി ജിതനെ ഡോക്ടർ സക്കറിയ തോമസിന്റെ അടുത്ത് എത്തിച്ചു. അവിടെ കാണിച്ചതിൻ്റെയും അവിടെ ചികിത്സയിൽ ആയിരുന്നു എന്നതിൻ്റെയും തെളിവുകൾ ലല്ലു ഒരു ഫയൽ CMനെ ഏൽപ്പിച്ചു. അന്ന് ഡോക്ടർ ഇയാളുടെ അസുഖം പൂർണ്ണമായി ഭേദമായിട്ടാണ് ഡിസ്ചാർജ് ആക്കിയത്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഞാൻ ജിതനെ ഫോളോ ചെയ്തത്. മീനാക്ഷി ജിതന്റെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. അടുത്ത ആളും ഇയാളുടെ ഏതെങ്കിലും സ്റ്റുഡൻ്റ് ആകും എന്നൊരു സംശയമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ജിതന്റെ ഫോൺ ട്രാക്ക് ചെയ്തു. ഒപ്പം കാറിലൊരു GPS കൂടെ വെച്ചു. അതോടെ ജിതൻ എൻ്റെ വലയിലായി. ഇനിയുള്ളതൊക്കെ പറയേണ്ടത് ജിതനാണ്. ഇത്രയുമാണ് എൻ്റെ ഇതുവരെയുള്ള റിപ്പോർട്ട്. ലല്ലു പറഞ്ഞിട്ട് സീറ്റിലേക്ക് ഇരുന്നു. അദ്ദേഹം അത് വായിച്ചു നോക്കി. റാം ലല്ലുവിനെ ദേഷ്യത്തിൽ നോക്കുന്നുണ്ട്. ത്രിലോക്, ഈ കേസിന്റെ മുഴുവൻ ചുമതല ഞാൻ തന്നെ ഏൽപ്പിക്കുക. പിന്നെ റാം സുന്ദറിനെ കേസിന്റെ ഭാഗമായി 15 ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്യുന്നു. പ്രതിയുടെ കുറ്റസമ്മതം രേഖപ്പെടുത്തി എത്രയും പെട്ടെന്ന് പ്രതിയെ കോടതിയിൽ ഹാജരാക്കുക. പിന്നെ ശ്രാവൺ, ത്രിലോക്, രണ്ടുപേർക്കും കൺഗ്രാജുലേഷൻസ്. നിങ്ങളാണ് കേരള പോലീസിന്റെ മാനം രക്ഷിച്ചത്. CM അത്രയും പറഞ്ഞ് പുറത്തേക്ക് പോയി. ബാക്കി പോലീസുകാർ അവരെ വിഷ് ചെയ്തു പോയി. റാം ലല്ലുവിനെ നോക്കി. ഈ കേസ് കൊണ്ട് ഒന്നും എന്നെ ഒരു ചുക്കും ചെയ്യാൻ പറ്റുമെന്ന് നീ കരുതണ്ട. ചുക്കാണോ ചുണ്ണാമ്പാണോ എന്ന് റാം സുന്ദർ നാളെ കോടതി മുറിയിൽ എത്തുമ്പോൾ അറിയും. പിന്നെ ഈ കേസ് മാത്രമല്ല, ആ പാവത്തിനെ കൊന്നില്ലേ, അതും കൂടെ ചേർത്ത് തരുന്നുണ്ട് ഞാൻ. പിന്നെ രക്ഷപ്പെട്ടു പോകാമെന്ന് കരുതണ്ട, അച്ഛനും മോനും ജയിലിൽ കിടക്കും. ലല്ലു വെല്ലുവിളി പോലെ പറഞ്ഞു പുറത്തേക്കിറങ്ങി. അജു നേരെ പോയി ലോഡ്ജിൽ മുറിയെടുത്തു. ബാഗും സാധനങ്ങളും അവിടെ വെച്ചിട്ട് കുളിച്ച് ഫ്രഷായി നേരെ കോവിലകത്തേക്ക് പോയി, കല്ലൂനെ കാണാനായിട്ടു. അജു അവിടെ എത്തുമ്പോൾ നിറയെ ആളുകളുണ്ട് അവിടെ. എല്ലാ ബന്ധുക്കളും സ്വന്തക്കാരും ദേവിന്റെ ഫ്രണ്ട്സും ഒക്കെയാണ്. അജുവിനെ കണ്ട് ആദ്യം എല്ലാവരും സംശയിച്ചു. പിന്നെ ആളെ മനസ്സിലായപ്പോൾ അവനെയും അവരിൽ ഒരാളായിട്ട് തന്നെ കണ്ടു. നിനക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? കല്ലുവിൻ്റെ അടുത്ത് ഇരിക്കുവാണ് അജു. ഏയ്, ഇപ്പൊ വേറെ പ്രശ്നമൊന്നുമില്ല. ഏട്ടൻ എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? മുഖമൊക്കെ വല്ലാതെ. അവന്റെ മുഖത്തെ സങ്കടം കണ്ട് കല്ലു ചോദിച്ചു. ഏയ് ഒന്നുമില്ലടാ, നിന്റെ കാര്യമൊക്കെ ഓർത്തപ്പോൾ. ചേച്ചി,
കിളിനാദം പോലെയുള്ള ശബ്ദം കേട്ട് അജുവും കല്ലുവും നോക്കി. എന്താ ശ്രീ? ചേച്ചിയോടും ചേട്ടനോടും കഴിക്കാൻ വരാൻ പറഞ്ഞു അച്ചമ്മ. അവൾ പറഞ്ഞിട്ട് വേഗം താഴേക്ക് പോയി. അജു പിന്നെ ഒന്നും പറയാതെ താഴേക്ക് പോയി. ഭക്ഷണം കഴിക്കാൻ പോലും എല്ലാവരും സന്തോഷത്തിൽ പരസ്പരം ഓരോന്ന് പറഞ്ഞ് കല്ലുവിനെ ഊട്ടിയൊക്കെ കഴിക്കുന്നത് കണ്ടപ്പോൾ അജുവിൻ്റെ മനസ്സ് നിറഞ്ഞു. അമ്മേ, ഞാൻ ഇറങ്ങുക, ഇനിയും നിന്നാൽ ലേറ്റാവും, അജു ജാനകിയുടെ കയ്യിൽ പിടിച്ചു പറഞ്ഞു. നിനക്ക് എന്നോട് ദേഷ്യമുണ്ടോ അജു? ഇല്ല അമ്മേ, അമ്മ ചെയ്തത് തന്നെയാണ് ശരി. വെറുതെ എന്തിനാ അവരുടെ ഇടയിലേക്ക് അവളെ ഇട്ടുകൊടുക്കുന്നത്? ഇവിടെ അവൾ ഹാപ്പിയാണ്. സംരക്ഷണം നൽകാൻ എല്ലാവരും ഉണ്ടല്ലോ. ഞാൻ ഇടയ്ക്ക് വരാം അമ്മേ, അജു ജാനകിയെ കെട്ടിപ്പിടിച്ചു യാത്ര പറഞ്ഞു. അവന് തിരിച്ചുള്ള യാത്രയിൽ വല്ലാത്ത ഒറ്റപ്പെടൽ തോന്നി. ഇനി തൻ്റെ ജീവിതം എങ്ങനെയെന്നത് അവന് തന്നെ നിശ്ചയമില്ലായിരുന്നു. എന്നാലും ഉടനെ ഒരു വാടക വീട് കണ്ടെത്തണം എന്നവൻ മനസ്സിലുറപ്പിച്ചു. ലല്ലു ജിതന്റെ അടുത്തേക്ക് വന്നിരുന്നു. വിലങ്ങ് വെച്ച് തൻ്റെ മുന്നിലെ ചെയറിൽ ഇരുത്തിയിട്ടുണ്ട് ജിതനെ. ലല്ലുവിനെ കണ്ടതും അവൻ പുച്ഛത്തിലൊന്ന് ചിരിച്ചു. എന്താ ജിതൻ, വല്ലാത്ത ഒരു ചിരി? ലല്ലു ചോദിച്ചു. ഇപ്പൊ നിന്നെ എല്ലാവരും പുകഴ്ത്തി കേട്ടുവല്ലേ? അതിന്റെ സന്തോഷം നിന്റെ മുഖത്ത് കാണുന്നില്ല, അതുകൊണ്ട് ചിരിച്ചു പോയതാണ്. സ്വന്തം ഭാര്യ ചത്തതോടെ നീ ചിരിക്കാനും മറന്നു അല്ലേ? ലല്ലുവിന്റെ മുഖഭാവം മാറി. ലല്ലു ദേഷ്യത്തിൽ അവനെ നോക്കി. എന്താ ത്രിലോക്, ദേഷ്യം വരുന്നോ? പുച്ഛമായിരുന്നു ജിതന്. എന്റെ ദേഷ്യം ഞാനിപ്പോൾ അടക്കി നിർത്തുക, പക്ഷേ അത് തീർക്കും, ഇപ്പോഴല്ല, അവസരം വരും. നിനക്കൊരു സന്തോഷ വാർത്തയുണ്ട്. നിന്റെ ഒപ്പം ജയിലിലേക്ക് നിന്റെ അച്ഛൻ റാം സുന്ദർ കൂടെ ഉണ്ട്. ജിതന്റെ മുഖം മാറി. അച്ഛൻ? ആ വാക്ക് എന്താ എന്ന് പോലും അറിയാത്ത പരമചെറ്റയാണ് അയാൾ. അയാളോടുള്ള അടങ്ങാത്ത പകയാണ് എന്നെ ഈ അവസ്ഥയിൽ എത്തിച്ചത്. ലല്ലു ഒന്നും മിണ്ടിയില്ല. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. ലല്ലു പറഞ്ഞു തീർന്നതും ശ്രാവൺ കയറി വന്നു. ആ, സാർ വന്നോ? സാറിന്റെ ഭാര്യ സുന്ദരിയാണ് കേട്ടോ. ഇടയ്ക്ക് ഞാൻ കാണാറുണ്ട്. നിങ്ങളുടെ ഫാമിലി ഫോട്ടോസ് സോഷ്യൽ മീഡിയയിൽ റീൽസ് ഒക്കെ ചെയ്യാറുണ്ട് അല്ലേ രണ്ടുപേരും? ശ്രാവൺ അവനെ നോക്കി പുഞ്ചിരിച്ചു. ഇത് കേട്ടിട്ടും. ജിതനെ, നിന്റെ ഈ പ്രൊവോക്കിംഗ് ബുദ്ധി മനസ്സിലിരിക്കത്തേയുള്ളൂ. നിന്റെ അച്ഛന്റെ കുരുട്ടു ബുദ്ധി നിനക്ക് അതുപോലെ കിട്ടിയിട്ടുണ്ട്, ശ്രാവൺ കളിയാക്കി. അവൻ അലറി വിളിച്ചു. ലല്ലുവും ശ്രാവണും അവനെ നോക്കി കൈകെട്ടി മിണ്ടാതെ നിന്നു. ജിതൻ അലറി വിളിച്ചിട്ട് വീണ്ടും അവരെ നോക്കി. രണ്ടുപേരും അവന്റെ മുന്നിലിരിക്കുന്ന ചെയറിലിരുന്നു. പറയ് ജിതൻ, നീ എന്തിനാ ആ പെൺകുട്ടികളൊക്കെ കൊന്നത്? അവരുമായി നിനക്ക് എന്താ ബന്ധം? ലല്ലുവിന്റെ ചോദ്യത്തിന് ജിതൻ പുഞ്ചിരിയോടെ നോക്കി. നിന്റെ ഈ പുഞ്ചിരിയും നോട്ടവും എനിക്കറിയാം എന്താ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന്. നീയല്ല ഇതൊക്കെ ചെയ്തതെന്ന് പറയാനാണെങ്കിൽ വേണ്ട. ഇതിനെല്ലാം തെളിവുകളുണ്ട് എൻ്റെ കയ്യിൽ. അത് നിനക്കും അറിയാം. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നതിനൊക്കെ സത്യസന്ധമായ ഉത്തരം വേണം. ലല്ലു കുറച്ച് കടുപ്പിച്ചു തന്നെ പറഞ്ഞു. ജിതനും അത് മനസ്സിലായി. ഇനി തനിക്ക് രക്ഷപ്പെട്ടു പോകാൻ കഴിയില്ലെന്ന്. അതുകൊണ്ട് തന്നെ അവൻ ഒന്നടങ്ങി. എന്തിനാ നീ ആ പെൺകുട്ടികളെ കൊന്നത്? എങ്ങനെയാണ് നിനക്കവരെ പരിചയം? ലല്ലു ഒന്ന് രണ്ട് ചോദ്യം മാത്രമേ ചോദിച്ചുള്ളൂ. എന്തിനാ കൊന്നത് എന്ന് ചോദിച്ചാൽ അവർ ഒന്നും ഈ ഭൂമിയിൽ ജീവിക്കാൻ അർഹരല്ലായിരുന്നു. ലല്ലുവും ശ്രാവണും അവനെ നോക്കി. അവർ ഒന്നും ജീവിക്കേണ്ടവർ അല്ലായിരുന്നു. അവരൊക്കെ ഓരോ തെറ്റിലൂടെ കടന്നുപോയവരാണ്. ഞാൻ ആദ്യം കൊന്നവൾ ചെയ്തത് എന്താണെന്നറിയുമോ? ഒരാളെ വണ്ടിയിടിച്ചു കൊല്ലാൻ ശ്രമിച്ചു. എന്നിട്ട് അത് ഏറ്റു പറഞ്ഞില്ല. അവരുടെ ചെലവൊന്നും അവൾ നോക്കിയില്ല. ഞാനത് നേരിട്ട് കണ്ടു. പക്ഷേ തിരുത്താൻ ശ്രമിച്ചപ്പോൾ അവൾ എന്താ ചെയ്തതെന്ന് അറിയോ? സാർ പഠിപ്പിക്കാനാണ് വന്നതെങ്കിൽ അത് ചെയ്തു പൊക്കോളാൻ പറഞ്ഞു. ആ സമയമാണ് അവളിൽ ഞാൻ മറുക് കണ്ടത്. ഒരു ചെറിയ മറുക്. പക്ഷേ കാണാൻ ഭംഗിയുണ്ടായിരുന്നു. എനിക്ക് ഈ മറുകുള്ള പെൺകുട്ടികളെ അടുത്തറിയാൻ വലിയ ആഗ്രഹമുണ്ടായിരുന്നു. ഞാൻ അവളോട് പറഞ്ഞു എൻ്റെ ഒപ്പം ഒരു രാത്രി വരാൻ. അവൾ അത് സമ്മതിച്ചു. അവൾ മിടുക്കിയായിരുന്നു. ആരും അറിയാതെ അവൾ തന്നെ പ്ലാൻ ഒരുക്കി വന്നു. എൻ്റെ ആവശ്യം കഴിഞ്ഞപ്പോൾ പിന്നെ അവൾ മറ്റാരെയും തേടി പോകരുതെന്ന് എന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. അതിനുവേണ്ടിയാണ് ഞാൻ അവളെ എൻ്റെ ഈ കൈ കൊണ്ടും എൻ്റെ ഈ ശരീരം കൊണ്ടും വേദനിപ്പിച്ചു നരകിപ്പിച്ചു ഇല്ലാതാക്കിയത്. അവളുടെ ആ വിളി, ഒന്നും ചെയ്യല്ലേ ചെയ്യല്ലേ, അത് വീണ്ടും വീണ്ടും കേൾക്കാൻ ഞാൻ എൻ്റെ ചുറ്റുമുള്ള ഓരോ പെൺകുട്ടികളെയും എൻ്റെ വലയിൽ വീഴ്ത്തി. ആ വിളി കേൾക്കുമ്പോൾ എനിക്കുള്ളിൽ അവരെ കൊല്ലാനുള്ള ദേഷ്യം നിറയും. കാരണം അറിയോ? തങ്ങളുടെ മുന്നിലിരുന്ന് ഒരു മുത്തശ്ശിക്കഥ പറയുന്ന പോലെ ചെയ്ത കുറ്റം ഏറ്റുപറയുന്ന ജിതനെ അവർ അത്ഭുതത്തോടെ നോക്കിയിരുന്നു പോയി. എൻ്റെ അമ്മ മണിവീണ ഇതുപോലെ വേദന കൊണ്ട് പുളഞ്ഞ് അയാളുടെ മുന്നിൽ കിടന്നു ജീവന് വേണ്ടി പിടഞ്ഞു. അതൊക്കെ എൻ്റെ മുന്നിൽ ഇങ്ങനെ തെളിഞ്ഞു വരും. അതെന്നെ വീണ്ടും വീണ്ടും തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചു. പക്ഷേ ഞാൻ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും സുന്ദരി എൻ്റെ അമ്മയാണെന്ന് ഞാൻ കരുതി. പക്ഷേ അതിലും സുന്ദരിയായിരുന്നു എൻ്റെ കയ്യിൽ നിന്ന് നീ രക്ഷിച്ച കൺമയി. അത് പറയുമ്പോൾ ജിതന്റെ മുഖഭാവവും ശബ്ദവും ഒക്കെ മാറി. നീ നിന്റെ അമ്മയെ സ്നേഹിച്ചുവെങ്കിൽ ഒരിക്കലും ഒരു സ്ത്രീയെയും ഇങ്ങനെ ചെയ്യില്ലായിരുന്നു. ഇപ്പോൾ നീ തെളിയിച്ചത് അമ്മയോടുള്ള സ്നേഹമോ അയാളോടുള്ള വെറുപ്പോ അല്ല, നീയും അങ്ങേരുടെ ചോരയാണെന്നുള്ള യാഥാർത്ഥ്യമായിരുന്നു. ലല്ലു അമർഷത്തോടെ പറഞ്ഞു. ശ്രാവൺ, റിപ്പോർട്ട് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് തയ്യാറാക്കിക്കോളൂ.
പിന്നെ വീഡിയോ റെക്കോർഡ് കൂടെ എടുത്തു വെച്ചോളൂ. നാളെ ഇവനെ കോടതിയിൽ എത്തിക്കണം, രാവിലെ തന്നെ. ഞാൻ ആ കുട്ടിയെ ഒന്ന് കണ്ടിട്ട് വരാം. ലല്ലു കൂടുതലൊന്നും പറയാതെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. കല്ലു ആദിയെയും ദേവുവിനെയും ഒക്കെ വിളിച്ച് സംസാരിച്ചു. രണ്ടുപേരോടും തനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു വെച്ചു. ചേച്ചി, ശ്രീ അങ്ങോട്ട് വന്നു. എന്താ പെണ്ണെ ഇങ്ങനെ നോക്കുന്നേ? എനിക്ക് പ്രശ്നമൊന്നുമില്ല. കുറച്ചു കുഞ്ഞു കുഞ്ഞു മുറിവ്, അത്രേയുള്ളൂ. അവളുടെ നോട്ടം കണ്ടു പറഞ്ഞു. എന്നാലും ചേച്ചി, എന്തിനാ അയാൾ വിളിച്ചപ്പോൾ പോയത്? ശ്രീ അവളെ നോക്കി ചോദിച്ചു. ഡാ, അത് ഞാൻ. കല്ലു പറഞ്ഞു തുടങ്ങിയതും ഗായത്രി അങ്ങോട്ട് വന്നു. അവളുടെ പിന്നാലെ ലല്ലുവും ഉണ്ടായിരുന്നു. അവനെ കണ്ടതും കല്ലു ഡ്രസ്സ് നേരെയിട്ട് എണീറ്റിരുന്നു. യൂണിഫോമിൽ കൂടെ ആയപ്പോൾ അവൾ എന്തോ ഒഫീഷ്യൽ ആവശ്യത്തിന് വന്നതാണെന്ന് മനസ്സിലായി. ശ്രീ അവനെ നോക്കി അന്തം വിട്ട് നിൽപ്പുണ്ട്. എന്താ ശ്രീമോളെ ഇങ്ങനെ നോക്കുന്നേ? അവളുടെ തലയിൽ കൊട്ടിക്കൊണ്ട് ചോദിച്ചു. ഏയ് ഒന്നുമില്ല ഏട്ടാ, അവൾ പുഞ്ചിരിയോടെ പറഞ്ഞു. ചേട്ടാ സംസാരിക്ക്, ഞങ്ങൾ മാറിത്തരാം. ഗായത്രി അതും പറഞ്ഞ് ശ്രീയെയും കൂട്ടി ഇറങ്ങി. ലല്ലു കല്ലുവിനോട് സംസാരിക്കാൻ തുടങ്ങിയതും ജാനകി ലല്ലുവിനൊരു ചായയുമായി വന്നു. ദാ മോനെ ചായ. അവർ ചിരിയോടെ നൽകി ഇറങ്ങി. ലല്ലു ചായ ടേബിളിൽ വെച്ചിട്ട് പോയി ഡോർ ക്ലോസ് ചെയ്ത് കല്ലുവിൻ്റെ അടുത്തേക്ക് വന്നു. എങ്ങനെയുണ്ടോ? ഇപ്പോൾ ഓക്കെ ആണോ? അവൻ അവളുടെ അടുത്തേക്ക് ഇരുന്ന് ചോദിച്ചു. കുഴപ്പമില്ല സാർ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. അതനുസരിച്ച് വേണം എനിക്ക് ഫൈനൽ റിപ്പോർട്ട് എഴുതി കോടതിയിൽ സബ്മിറ്റ് ചെയ്യാൻ. ലല്ലു ചായ കുടിച്ചുകൊണ്ട് ഗൗരവത്തിൽ പറഞ്ഞു. സാർ ചോദിക്ക്. കല്ലു അവൻ്റെ മുഖത്തേക്ക് അധികം നോക്കാതെ ചോദിച്ചു. തന്നെ എങ്ങനെയാണ് അവൻ അവിടെ എത്തിച്ചത്? ദേവേട്ടൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങാനാണ് ഞാൻ കോളേജിൽ പോയത്. അവിടെ എത്തിയപ്പോൾ സാർ കൊണ്ടുവന്ന സർട്ടിഫിക്കറ്റ് മാറിപ്പോയി. സാറിന് എയർപോർട്ടിൽ പോകണം. അതുകൊണ്ട് കൂടെ പോയാൽ പോകുന്ന വഴിയിൽ അത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ സാറിൻ്റെ ഒപ്പം കാറിൽ കയറി. കുറച്ചു ദൂരം എത്തിയപ്പോൾ ഞാനൊന്ന് ചുമച്ചു. അപ്പോഴേക്കും സാർ വെള്ളം തന്നു. ഞാൻ കുടിച്ചു. കുറച്ചു കഴിഞ്ഞ് കണ്ണിൽ ഇരുട്ട് കയറും പോലെ തോന്നി. പിന്നെ കണ്ണ് തുറക്കുമ്പോൾ ഞാൻ അവിടെ ആയിരുന്നു, കല്ലു പറഞ്ഞു. ലല്ലു എന്തോ ആലോചിച്ചിരിക്കുകയാണ് എല്ലാം കേട്ടിട്ട്. തൻ്റെ കയ്യിൽ ഫോണില്ലായിരുന്നോ? താൻ പോകുന്ന വിവരം എന്താ ആരെയും വിളിച്ചു പറയാതെ ഇരുന്നത്? ലല്ലു ഗൗരവത്തിൽ ചോദിച്ചു. സാർ, ഫോൺ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ആ നേരത്ത് ആരെയും വിളിച്ചു പറഞ്ഞില്ല. പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം എന്ന് കരുതി. പിന്നെ കാറിൽ കയറിയ ശേഷം വിളിക്കാൻ ശ്രമിച്ചു. പക്ഷേ കിട്ടിയില്ല. എൻ്റെ ഫോണിന് റേഞ്ച് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഓക്കെ, താൻ റെസ്റ്റ് എടുത്തോ. നാളെ എൻ്റെ ഒപ്പം കോടതിയിൽ വരണം. തന്നെ ഞാൻ വന്ന് കൂട്ടിക്കൊണ്ട് പൊയ്ക്കോളാം. വേറെ ആര് ഇവിടെ വന്ന് കോടതിയിലേക്ക് എന്ന് പറഞ്ഞ് വിളിച്ചാലും പോകരുത്. അവൻ മുന്നിലുള്ള അപകടം നേരത്തെ കണക്കുകൂട്ടി പറഞ്ഞു. ശരി സാർ. തൻ്റെ നമ്പർ ഒന്ന് പറഞ്ഞേ. ലല്ലു ഫോൺ എടുത്തിട്ട് പറഞ്ഞു. കല്ലു അവനെ നോക്കി. ഏയ്, താൻ തെറ്റിദ്ധരിക്കേണ്ട. ഇത് ഒഫീഷ്യൽ ആവശ്യത്തിന് വേണ്ടിയാണ്. അവളുടെ നോട്ടം കണ്ടു പറഞ്ഞു. അവൾ നമ്പർ പറഞ്ഞു കൊടുത്തു. പേരും പറഞ്ഞു. അവൻ അവളെ നോക്കി. ആരോഗ്യം ശ്രദ്ധിക്കാൻ പറഞ്ഞു ഇറങ്ങി. പെട്ടെന്ന് ലല്ലു തിരിച്ചു വന്നു. എന്താ സാർ? അവൻ തിരിച്ചു വന്നതുകൊണ്ട് സംശയത്തോടെ ചോദിച്ചു. അല്ല, സൂര്യയുടെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ താനല്ലേ പോയത്? ലല്ലു സംശയത്തോടെ അവളെ നോക്കി ചോദിച്ചു. അതെ സാർ. അവൻ പോകാതെ എന്തിനാ തന്നെ പറഞ്ഞയച്ചത്? ഏട്ടനാണ് ആദ്യം പോയത്. പോയ വഴിക്കാണ് ചേട്ടന് ആക്സിഡന്റ് പറ്റിയത്. അതുകൊണ്ടാണ് എന്നോട് പോയി വാങ്ങാൻ പറഞ്ഞത്, അവൾ പറഞ്ഞു. ശരി, ഞാൻ ഇറങ്ങുക. ലല്ലു ഇറങ്ങും മുന്നേ ഒരിക്കൽ കൂടെ അവളെ തിരിഞ്ഞു നോക്കി. അവളും അവനെ തന്നെ നോക്കിയിരിക്കുമായിരുന്നു. ലല്ലു ദേവയോട് പോയി ആക്സിഡന്റ് ഡീറ്റെയിലായി ചോദിച്ചു. അതാരോ റോങ് സൈഡിൽ കാർ വെട്ടിച്ചു, അങ്ങനെയാണ് അപകടമുണ്ടായത് എന്ന് പറഞ്ഞു. അതോടെ ലല്ലുവിന് മനസ്സിലായി ഇവളെ അവിടെ എത്തിക്കാൻ അവൻ ഒരുക്കിയ പ്ലാൻ ആയിരുന്നു അത് എന്ന്. പിറ്റേന്ന് രാവിലെ തന്നെ ലല്ലു കോവിലകത്തേക്ക് വന്നു. അവനെ രാവിലെ അവിടെ കണ്ട് എല്ലാവരും ഞെട്ടി. കാരണം അത്രയും നേരത്തെ അവൻ വരേണ്ട ആവശ്യമുണ്ടോ എന്നായിരുന്നു സംശയം. അവൻ 8 മണിക്ക് മുന്നേ കല്ലുവിനെ കൂട്ടി ഇറങ്ങി. ചേട്ടാ, എന്താ ഇത്രയും നേരത്തെ ഇറങ്ങിയേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ദേവ അവർ പോകും മുന്നേ ലല്ലുവിനെ മാറ്റി നിർത്തി ചോദിച്ചു. ഉണ്ട്, DGP കൂടെ ഉൾപ്പെടുന്ന കേസാണ്. അതുകൊണ്ട് ഇവളെ കോടതിയിൽ എത്തിക്കാതിരിക്കാൻ അവർ ശ്രമിക്കും. നീ ഇവിടെ ഉണ്ടാകണം. തൽക്കാലം ആരും വീട്ടിൽ നിന്ന് പുറത്തു പോകരുത്. ഇവരെ നീ നോക്കണം. കോടതിയിൽ മൊഴി കൊടുത്തു കഴിഞ്ഞ് വേറെ പ്രശ്നമൊന്നുമില്ല. ദേവയ്ക്ക് പ്രശ്നത്തിന്റെ അവസ്ഥ മനസ്സിലായി. ലല്ലു കല്ലുവിനെ കൊണ്ടുപോകുന്ന വഴി ഫുഡൊക്കെ വാങ്ങിക്കൊടുത്തു. കോടതിയിൽ അവർ എത്തുന്നതിന് തൊട്ടു മുന്നേ ലല്ലുവിന് ഒരു കോൾ വന്നു.